ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് മല്ലിയില ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു കൈപ്പിടി മല്ലിയില നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കണം. 2 സ്പൂൺ കടലപ്പരിപ്പ്, 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുളി ഒരു ചെറിയ ചുണ്ടക്കാര വലുപ്പത്തിലെടുക്കണം, 2 വെളുത്തുള്ളി അല്ലി എടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം നമുക്ക് ഈ കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ട് വറുത്തെടുത്ത് വയ്ക്കാം. അതിൻ്റെ കൂടെ ഈ ഇഞ്ചിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ചീനച്ചട്ടിയിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ കടലപ്പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ഈ വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്ക് പുളിയും കൂടെ ഇട്ട് നമുക്ക് ചെറുതായിട്ട് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് നല്ല ബ്രൗൺ കളറിലായി. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറയ്ക്കാം. കുറച്ചിട്ട് ഇഞ്ചിയും വറ്റൽമുളകും വെളുത്തുള്ളിയും നമുക്കിട്ട് പുളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കാം. കടലപ്പരിപ്പ് വറ്റൽമുളക് ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് മാറ്റി വറുത്തെടുത്ത് കോരി എടുത്ത് വെച്ച് ഇനി നമുക്ക് മല്ലിയില നന്നായിട്ട് വഴറ്റിയെടുക്കുക. മല്ലിയില നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇനി തണുക്കട്ടെ. കടലപ്പരിപ്പും മുളകെല്ലാം തണുത്ത് ഇത് നമുക്ക് ആദ്യം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ മല്ലിയില, വെളുത്തുള്ളി, പുളി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. കടലപ്പരിപ്പും മുളകും എല്ലാം പൊടിച്ചെടുത്ത് അതിൻ്റെ കൂടെ വെളുത്തുള്ളി, പുളി, ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ, ഒരുപാട് ഇടരുത്. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കണം. ആദ്യം 2 സ്പൂൺ വെള്ളം ചേർത്ത് പിന്നെയും 2 സ്പൂൺ വെള്ളം ചേർത്താണ് ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. വെരി ടേസ്റ്റിയാണ്. ഇത് കടുക് ഒരുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ഈ ചമ്മന്തി, മല്ലിയില ചമ്മന്തി. പണ്ടൊക്കെ ഞങ്ങൾ അമ്മിയിലാണ് അരയ്ക്കുന്നത് കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കില്ല. വെള്ളം ഇല്ലാതെ അമ്മിയിൽ നന്നായിട്ട് അരച്ച് ഉരുട്ടി അങ്ങ് വെച്ചിരിക്കും. ഒരാഴ്ച ആയാലും ശരിയാവില്ല. ഇത് പക്ഷേ 2 ദിവസം ഇരിക്കുള്ളൂ കേട്ടോ. ഇന്ന് കഴിച്ചിട്ട് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെയും കൂടി നമുക്ക് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. മല്ലിയില ചമ്മന്തി ഇഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തി, പൂരി, ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്.